നമ്മുടെ വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് പ്രിയദർശിനി ബസ് വന്നതിന് ശേഷം ഉള്ള മാറ്റങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? സ്ത്രീകളും കുട്ടികളും ജീവിതം ആഘോഷിക്കുകയാണ്. അവർ 40 കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലിലേക്ക് പ്രിയദർശിനി ബസ്സിൽ പോയി മന്തി കഴിക്കുന്നു. ടൗണിൽ പോയി വളരെ വിലക്കുറവിൽ പച്ചക്കറി വാങ്ങുന്നു. ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കണ്ടില്ല എങ്കിൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വലിയൊരു സാമൂഹ്യ സാമ്പത്തിക വിപ്ലവം എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത്. കാരണം സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, അവർക്ക് പൈസ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു എന്താ പറയുക ഈ പദ്ധതിയിലൂടെ അവർ സേവ് ചെയ്യുന്ന പൈസ അവർക്ക് സൂക്ഷിക്കാം. ഇതൊക്കെയായിരുന്നു നിരീക്ഷണങ്ങൾ. പദ്ധതി നടപ്പിൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. പക്ഷെ അത് നാട്ടിൽ വരുത്തിയിട്ടുള്ള നല്ല മാറ്റങ്ങളുണ്ട്, ചീത്ത മാറ്റങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രസകരമാണ് കേട്ടോ. പ്രിയദർശിനി പദ്ധതി മൂലം വലഞ്ഞ പ്രൈവറ്റ് ബസ് ജീവനക്കാരെ കുറിച്ചും വരുമാന നഷ്ടത്തെക്കുറിച്ചും ഒക്കെയല്ലേ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. ആരും ശ്രദ്ധിക്കാത്ത ചില വിശേഷങ്ങൾ. ഇത് നാട്ടുംപുറത്തെ പ്രിയദർശിനി വിശേഷങ്ങളാണ്. എന്തായാലും TC രാജേഷ്, സിന്ധു, ബിജു, മാത്യു വെമ്പാണി തുടങ്ങിയവരുടെ പോസ്റ്റുകളാണ് ഇത്തരത്തിൽ ശ്രദ്ധ നേടുന്നത്. 40 കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലിലേക്ക് പ്രിയദർശിനി ബസ്സിൽ പോയി മന്തി കഴിക്കുന്ന പെൺമക്കളെ കുറിച്ചും ടൗണിൽ പോയി വിലക്കുറവിൽ പച്ചക്കറി വാങ്ങുന്ന അമ്മാമ്മമാരെ കുറിച്ചും ഒക്കെ പോസ്റ്റിൽ പറയുന്നുണ്ട്. 10 രൂപ റിട്ടേൺ പൈസ കൊടുത്ത് പണ്ട് ഓട്ടോയ്ക്കൊക്കെ പോരുന്ന സ്ത്രീകൾ ഇപ്പോൾ ഓട്ടോ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കുകയില്ല എന്നാണ് ഓട്ടോക്കാർ പറയുന്നത്. വീടിന് പുറത്ത് അധികം സ്ഥലത്തേക്കൊന്നും യാത്ര ചെയ്തിട്ടില്ലാത്ത സ്ത്രീകൾക്ക് ഇത് സുവർണ അവസരം കൂടിയാണ് എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് കൂടുതലും അർഹതയില്ലാത്തവർക്കാണ് എന്ന വിമർശന കമന്റുകളും ഉണ്ട് കേട്ടോ. എന്തായാലും പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാൻ നല്ല രസമാണ്. വീടിനടുത്തുള്ള കടയിൽ കിട്ടുന്ന കുഴിമന്തിക്ക് ടേസ്റ്റ് പോരാത്തത് കൊണ്ട് 40 കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലിലേക്ക് പ്രിയദർശിനിയിൽ കയറിപ്പോയി കുഴിമന്തി കഴിച്ചിട്ട് വരുന്ന പെൺമക്കളെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഈ കുറിപ്പ് വായിച്ചപ്പോൾ ഓർമ്മ വന്നത്. വീടിന് പുറത്ത് അധികം സ്ഥലത്തേക്കൊന്നും യാത്ര ചെയ്തിട്ടില്ലാത്ത സ്ത്രീകൾക്ക് ഇപ്പോഴിത് സുവർണ അവസരം കൂടിയാണ്. ബസ്സിൽ കയറിയിരിക്കുക, ബോർഡിലെ സ്ഥലം പറഞ്ഞ് സൗജന്യ ടിക്കറ്റ് വാങ്ങുക, അവിടെ പോയ ശേഷം തിരികെ പോരുക. പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി വണ്ടിപ്പെരിയാറിലുള്ള പ്രിയദർശിനി ബസ്സിലൊക്കെ സൂചി കുത്താൻ ഇടയില്ലാത്തതിന്റെ കാരണം വേറൊന്നുമല്ല. ബിജു മാത്യു വെമ്പനി എഴുതിയ ഈ കുറിപ്പ് ഇങ്ങനെയാണ്. ചെറുതോണിക്ക് ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിക്കവാറും പാലത്തിൽ ഇടുക്കിക്ക് പോരാനുള്ള ആളുകൾ നിൽപ്പുണ്ടാവും. പ്രിയദർശിനി തുടങ്ങിയതിൽ പിന്നെ ചേച്ചിമാർ ആരും തന്നെ റിട്ടേൺ ഓട്ടോയിൽ കയറാറില്ല. ഇന്ന് വന്നപ്പോൾ എന്നെ ഓട്ടോ വിളിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മച്ചി നിൽപ്പുണ്ട്. പോരുന്നോ? കിട്ടിയാൽ 10 വെറുതെ ചോദിച്ചു. ഇല്ല, ഞങ്ങളുടെ വണ്ടി വരും. ഓ, സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ആയല്ലോ അല്ലേ? കളിയാക്കിയാണ് ഞാൻ ചോദിച്ചത്. ആരോടും കണക്ക് പറയണ്ടല്ലോ. ഇപ്പോൾ എവിടെ പോയതാ? തൊടുപുഴ വരെ പോയി. അവിടെ പച്ചക്കറിക്കൊക്കെ ഇവിടത്തേലും ഒത്തിരി വിലക്കുറവാ. ഇവിടെ കൊലപാതകമല്ലേ? രാവിലത്തെ വണ്ടിക്ക് അങ്ങ് പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോന്നു. പിള്ളേര് വാങ്ങിയ ഇവിടെ നീ വാങ്ങൂ, ഞാൻ വെറുതെ ഇരിക്കുമല്ലേ? ഒരാഴ്ചത്തേക്കുള്ളത് വാങ്ങി 2 ബിഗ് ഷോപ്പർ നിറച്ച് അമ്മച്ചി സാധനങ്ങൾ കാണിച്ചു. അവള് പണിയില്ലാതെ ഇരിക്കുവാണെങ്കിൽ ഇനി ഞാൻ പോകുമ്പോൾ പറഞ്ഞു വിട, ലാഭപാടാ, വണ്ടിക്കൂലി വേണ്ടല്ലോ, കാശൊന്നും തരണ്ട, അമ്മച്ചി കയറ്, ഞാൻ കൊണ്ടുപോയി വിടാം. ഞാൻ പറഞ്ഞു വേണ്ടായേ, ഞാൻ വന്നോളാം, അമ്മച്ചി ബസ്സിനേ ഉള്ളൂ. എടാ, അടുത്ത ആഴ്ച അർത്തുങ്കൽ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ, അവളോട് പോരുന്നുണ്ടോ എന്ന് ചോദിക്കേ. അവളെങ്ങോട്ടും ഇല്ല. ദേഷ്യത്തോടെയാണ് ഞാൻ പറഞ്ഞത്. വേണ്ടടാ, അമ്മച്ചി തിരിച്ചടിച്ചു. പിന്നെ ആരോട് ചോദിച്ച് അറിയാൻ പറ്റും കട്ടപ്പനയിൽ നിന്ന് കമ്പം പോകുന്ന വണ്ടി പ്രിയദർശിനിയാണോന്ന്? കമ്പത്ത് തുണിക്ക് വിലക്കുറവാണെന്ന് എല്ലാവരും പറയുന്നു. കേൾക്കാത്ത മട്ടിൽ വണ്ടി എടുത്തു. എടാ ചെറുക്ക, ഉപദേശിക്കുവാന്ന് ഓർക്കരുത്. ഓട്ടോയും കൊണ്ട് തന്നെ നടക്കാതെ വേറെ പണിയും കൂടി നോക്കിക്കോ. എന്തായാലും ഈ പ്രിയദർശിനി പറ്റിച്ച പണി അതൊരു വലിയ പണിയായിരിക്കുന്നത് ഓട്ടോക്കാർക്ക് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.